നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. താരിഖ് അഹമ്മദ് എന്ന കാശ്മീരി യുവാവിനെ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യമുയരുന്നു. ഈദ് മുബാറക് ആശംസകൾ എഴുതിയ മിഠായി ക്ഷേത്രത്തിലെത്തിയ ഭക്തരിൽ ചിലർക്ക് വിതരണം ചെയ്തതിന് പിന്നിലും ദുരൂഹതയുണ്ടെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. അതേസമയം ടെമ്പിൾ പോലീസ് താരിഖ് അഹമ്മദിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും അയാൾ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് പ്രശ്നം ഒഴിവാക്കാനാണ് ശ്രമം. ഇതിനെതിരെ വലിയ ഭക്തജന പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ നൌധാം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കരിദാർ സ്വദേശി അബ്ദുൾ അഹമ്മദിന്റെ മകനാണ് 47-കാരനായ താരിഖ്. ദേവസ്വം കംഫർട്ട് സ്റ്റേഷനിലെ ജീവനക്കാരിയുമായി ഇയാൾ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. ജീവനക്കാരിയുടെ പരാതിയിലാണ് പോലീസ് എത്തിയത്. അതിസുരക്ഷാ മേഖലയായ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടായതാണ് ആശങ്ക സൃഷ്ടിച്ചത്. എന്തായാലും ഇയാളെ പോലീസ് മനോരോഗിയാക്കുമെന്ന് അനിൽ വിളയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. വൈകുന്നേരത്തോടെ ഈ കാശ്മീരി മനോരോഗിയാണെന്ന രീതിയിൽ പോലീസ് റിപ്പോർട്ട് വന്നു. പിന്നാലെ അനിൽ വിളയിൽ കുറിച്ചത്, ഗുരുവായൂർ ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവരെയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെയും ഗുരുവായൂർ ടെമ്പിൾ പോലീസ് മനോരോഗികളായി ചിത്രീകരിച്ച് തൃശൂർ മാനസിക രോഗാശുപത്രിയിൽ ഉടൻ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ്. ഇതിന് പരിഹാരമായി ഗുരുവായൂർ ദേവസ്വം ഗുരുവായൂരിൽ തന്നെ ഒരു മാനസിക രോഗാശുപത്രി ഉടൻ നിർമ്മിക്കണം. ഗുരുവായൂർ ടെമ്പിൾ പോലീസിന് വളരെ എളുപ്പം പ്രതികളാകുന്നവരെ മനോരോഗികളാക്കി അവിടെ പാർപ്പിച്ച് സുഖചികിത്സ നൽകാനുള്ള അവസരം ഇതുനിമിത്തമുണ്ടാകും. ഇങ്ങനൊരു പോസ്റ്റ് ഇടാൻ കാരണം കുറച്ചുനാൾ മുമ്പ് ഗുരുവായൂരിൽ നടന്ന ചില സംഭവങ്ങളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഹോട്ടൽ നടത്തുന്ന ഒരാൾ തുറസിത്തറയെ അധിക്ഷേപിച്ച സംഭവം അരങ്ങേറിയിരുന്നു. സംഭവം വിവാദമായതോടെ ഇയാളും മനോരോഗിയാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഗുരുവായൂരിലെ ഒരു വിശേഷ ദിവസം സത്രം ഗേറ്റിൽ നിന്ന് ഗുരുവായൂർ കിഴക്കേ നടയിലെ ഒരു ദീപസ്തംഭം വരെ മോട്ടോർ ബൈക്ക് ഓടിച്ചു എന്ന സംഭവവും ഉണ്ടായി. ഇയാളെക്കുറിച്ചും പോലീസ് പറഞ്ഞത് മനോനില തെറ്റിയ ആളെന്നാണ്. ഗുരുവായൂരിൽ 3 നേരം സൗജന്യമായി ഭക്ഷണം നൽകി വരുന്നുണ്ട്. ഈ ഭക്ഷണം കഴിക്കാൻ വരുന്നവരിൽ കാപ്പ കേസ് ചുമത്തിയ പ്രതികൾ വരെ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ചിലർ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതും പോലീസ് തള്ളിക്കളയുകയായിരുന്നു. കേരളത്തിൽ നിന്നും ISISലേക്ക് യുവാക്കളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരാൾ പാഞ്ചജന്യം ഹോട്ടലിൽ താമസിച്ച സംഭവത്തെ ചൊല്ലി ചിലർ കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്നും ഇതിൽ കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. ഇത്രയും സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലത്തായിരുന്നിട്ട് കൂടി ഈ കാശ്മീരി ചെയ്ത വിക്രിയകളുടെ CCTV ദൃശ്യങ്ങളും കണ്ടില്ല എന്നത് ദുരൂഹമായി തുടരുന്ന മറ്റൊന്നാണ്. CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചതായും മുക്കിയതായും വരെ ആരോപണങ്ങളുമുണ്ട്. തൃശൂർ പൂരപ്പുരകൾ കത്തിയതും ഈ മിഠായി വിതരണത്തിനും പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം, ആ മിഠായി വിതരണം ജില്ലയിൽ മറ്റൊരിടത്ത് അവരുടെ ഗൂഢാലോചന നടന്നതിനാലാണോ എന്നതാണ്, സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. കൂടാതെ മാധ്യമങ്ങളെയും സംശയമുനയിൽ നിർത്തുന്ന 2 പോസ്റ്റുകളും വന്നിട്ടുണ്ട്. ഒന്ന് രാജേന്ദ്രൻ പോറ്റി എന്ന പ്രൊഫൈലിൽ നിന്നും മറ്റൊന്ന് KR ഉണ്ണി എന്ന പ്രൊഫൈലിൽ നിന്നും. ഇതിൽ രാജേന്ദ്രൻ പോറ്റിയുടെ പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത്, പൂരപ്പുരകൾക്ക് തീയിട്ട് 14 പേരെ കൊന്നത് ആരാണ്? അതീവ സുരക്ഷാ മേഖലയിലുള്ള പൂരപ്പുരകളിൽ ഇലക്ട്രോണിക് സാധനങ്ങളുമായി ചെന്ന് ഇന്റർവ്യൂ നടത്താൻ ഇവർക്ക് ആരാണ് അനുവാദം കൊടുത്തത്? അന്നേ ദിവസം തൃശൂർ പൂരം ലോകോത്തരമാണെന്ന് പറഞ്ഞവർ ഇപ്പോൾ തൃശൂർ പൂരത്തിലെ വെടിക്കെട്ട് നിരോധിക്കണമെന്ന് ചാനലിലൂടെ പറയാൻ കാരണമെന്താണ്? കഴിഞ്ഞ വർഷം തൃശൂർ പൂരം കലക്കുവാൻ ഏറ്റവും മുന്നിൽ നിന്നത് ഈ മാധ്യമങ്ങൾ തന്നെ ആയിരുന്നില്ലേ? ഇന്ത്യൻ സംസ്കാരത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു മലയാളി മാധ്യമ പ്രവർത്തകൻ അവിടെ അവസാനം ചെന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അന്വേഷണമുണ്ടോ? KR ഉണ്ണിയുടെ പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നത്, ഓർമ്മയുണ്ടോ 2006 തൃശൂർ പൂരം വെടിക്കെട്ട് അപകടം? അന്നും മാധ്യമ പ്രവർത്തകർ വന്നുപോയി. നിമിഷങ്ങൾക്കകമാണ് അപകടം നടന്നത്. എൻ്റെ സുഹൃത്ത് കരാറുകാരനായ വെന്നൂർ രാധാകൃഷ്ണനും 6 പേരും മരിച്ചു. രാധാകൃഷ്ണനുമായുള്ള ഇന്റർവ്യൂ കഴിഞ്ഞുപോയി അല്പസമയത്തിനകം സ്ഫോടനമുണ്ടായി. എന്തന്വേഷണമുണ്ടായി? ഒന്നുമില്ല. ആഘോഷങ്ങളെ, കമ്മിറ്റിക്കാരെ, കരാറുകാരെ, വെടിക്കെട്ട് പ്രേമികളെ കുറ്റപ്പെടുത്തി, അത്രമാത്രം. ആഘോഷ കൂട്ടായ്മയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഇന്നും ഇത് ആവർത്തിക്കുന്നു. എത്ര സുരക്ഷിതമായി കൈകാര്യം ചെയ്താലും അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അനായാസം സാധിക്കുന്ന ഒരു മഹാകലയാണിത്. നശിക്കാതിരിക്കാൻ, അന്യം നിന്നു പോകാതിരിക്കാൻ ദൈവം തന്നെ തുണയ്ക്കട്ടെ. ഈ പോസ്റ്റുകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ ഭൂരിഭാഗവും ഇവയെ പിന്തുണയ്ക്കുന്നതും തൃശൂർ പൂരം കുളമാക്കാൻ എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും ചിലർ കളിക്കുന്നുവെന്ന് പറയുന്നതും തന്നെയാണ്. കൂടാതെ ഡൽഹിയിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് 10,000-ങ്ങളെ കൊല്ലാനുള്ള സ്ഫോടന വസ്തുക്കളും കാറുകളും ഭക്ഷണത്തിൽ കലക്കാനുള്ള റൈസിൻ എന്ന വിഷവുമായി ഡോക്ടർമാരെ പിടിച്ചതും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമാന സംഭവങ്ങൾ കേരളത്തിൽ നടക്കുമ്പോൾ സത്യം പുറത്തു വരുമെന്ന് കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ? പുല്ലുമേട് ദുരന്തം മുതൽ നെല്ലും പതിരും തിരിച്ചറിയാത്ത എത്രയെത്ര സംഭവങ്ങൾ എന്നും എടുത്തു പറയുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.